മലങ്കര കാത്തലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യൻ്റെ സത്യാന്വേഷണത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളായ മതം, തത്വശാസ്ത്രം, ശാസ്ത്രം എന്നീ വിഷയവുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളും അതുപോലെ ശാസ്ത്രീയമായ തിയറികൾ എങ്ങനെയാണ് ഒരുവൻ്റെ ദൈവവിശ്വാസത്തെ ബലപ്പെടുത്തുന്നത് എന്നുമൊക്കെയായിരുന്നു കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടത്. തുടർന്നുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട മരിയദാസച്ചനോടൊപ്പം നമുക്ക് കടക്കാം. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണല്ലോ സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണമുണ്ട് ഈ മതത്തെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവവിശ്വാസത്തെക്കുറിച്ചുമൊക്കെ. അതായത് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രൊജക്ഷനാണ്, ഒരു പ്രതിഫലനമാണ് ദൈവവിശ്വാസം എന്നുള്ളൊരു ആശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും ഈ ഒരു ആശയത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം എന്താണ് അച്ഛൻ്റെ ഒരു അഭിപ്രായം ആ കാര്യത്തിൽ? ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണോ? അവൻ്റെ മനസ്സിൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് അവൻ തന്നെ നിർമ്മിച്ചെടുത്ത ഒരു ചിത്രമാണോ ദൈവം എന്ന് പറയുന്നത്? ഫ്രോയിഡിൻ്റെ കാലം മുതൽ ഉയർന്നു വരുന്ന ഈ ചിന്താഗതിയും ഒരുപക്ഷേ ദൈവവിശ്വാസത്തിനും അല്ലെങ്കിൽ നാസ്തികരായിട്ടുള്ള എല്ലാവർക്കും അനുഭവപ്പെടുന്നൊരു വലിയ വെല്ലുവിളി തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം വളരെയധികം ബൗദ്ധികമായ ഒരു ശക്തി ആ വാദഗതിക്ക് പിന്നിലുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ഉദാഹരണമായിട്ട് അപ്പോൾ ലളിതവൽക്കരിച്ച് അത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം കാര്യം അപ്പോൾ ക്ലിയർ ആകുമല്ലോ. ഉദാഹരണം, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അപ്പനെ കാണും. അപ്പോൾ എൻ്റെ അപ്പനെ എനിക്കൊരു വിശ്വാസമുണ്ട്, എന്നെ എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ വീണ് കഴിഞ്ഞാൽ എന്നെ എടുക്കാനും എന്നെ ഒരു പട്ടി കടിക്കാൻ വന്നാൽ മതി തടയാനും, അപ്പം എന്നെ അപരിചിതരായ മനുഷ്യരിൽ നിന്ന് ഒക്കെ എന്നെ സംരക്ഷിക്കാനും ഒക്കെ കഴിവുള്ള ഒരു ഹീറോ ആണ് എൻ്റെ അപ്പൻ എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അപ്പനെ കൂടുതൽ ആശ്രയിക്കാനും അപ്പൻ എന്ന് പറയുമ്പോൾ ഒരു സുരക്ഷിതത്വ ബോധം എനിക്ക് ലഭിക്കാനും ഇടയാകുന്നുണ്ട്. അപ്പോൾ അത് ക്രമേണ എൻ്റെ മനസ്സിൻ്റെ ഒരു അഷ്വറൻസ് അല്ലെങ്കിൽ ഒരു ഉറപ്പായിട്ട് അപ്പൻ എന്ന കഥാപാത്രം മാറും. പക്ഷെ പിന്നീട് ഞാൻ വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ഞാൻ പതിയെ മനസ്സിലാക്കുകയാണ്, എൻ്റെ അപ്പൻ അത്ര വലിയ ശക്തനല്ല. അപ്പനേക്കാൾ ബലമുള്ളവരും അപ്പനേക്കാൾ ആരോഗ്യമുള്ളവരും അപ്പനേക്കാൾ കഴിവുള്ളവരുമാണ് പലരും. മാത്രമല്ല എല്ലാറ്റിൽ നിന്നും എന്നെ സംരക്ഷിക്കാൻ അപ്പന് കഴിയുന്നുമില്ല. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അപ്പൻ എന്ന ഞാൻ നേരത്തെ കരുതിയിരുന്ന സുരക്ഷിതത്വ കവചം പോരാതെ വരുന്നു എന്നുള്ള ഒരു പ്രശ്നം എനിക്കുണ്ടാകും. എന്നാൽ ഈ ഒരു ശൂന്യത എങ്ങനെ പിന്നെ നികത്തപ്പെടും? ഇതൊരു ശൂന്യത എന്നെ സൃഷ്ടിക്കും. ഒരു പ്രത്യേക പ്രായം വരെ, പ്രത്യേകിച്ച് ചെറുപ്പത്തിലുള്ള ആ പ്രായം കഴിയുന്നതിനും വരെ എനിക്ക് സംരക്ഷണം തരുന്ന അപ്പൻ ഫിഗർ, അപ്പൻ എന്ന ഈ കഥാപാത്രം ദുർബലമായി പോകുമ്പോൾ അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകുമ്പോൾ, ആ വിഗ്രഹം ഉടയുക എന്ന് പറയുന്ന പോലെ ഒരു ശൂന്യത ഉണ്ടാകും. ഈ ശൂന്യത എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസികമായ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവരുന്നുവെന്നും അതുകൊണ്ട് ഞാൻ ഈ അപ്പൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ കൂടുതൽ ശാക്തീകരിക്കും എൻ്റെ ഭാവനയിൽ. പരമാവധി ശക്തിയുള്ള ഒരാൾ, പരമാവധി കഴിവുള്ള ഒരാൾ, ഏറ്റവും അപ്രതിരോധ്യമായ സംരക്ഷണ കവചം എനിക്ക് തീർക്കാൻ സാധിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ പർവ്വതീകരിക്കുന്നു എൻ്റെ മനസ്സുകൊണ്ട്. അതിന് ഞാനൊരു പേരിടുന്നു ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ഇല്യൂഷനാണ്, ഒരു മിഥ്യയാണ്, എൻ്റെ ഒരു മെൻ്റൽ പ്രൊജക്ഷനാണ്. മാനസികമായിട്ട് ഞാൻ പ്രതിഷ്ഠിക്കുന്ന ഒരു പ്രതിഷ്ഠ. അതിനപ്പുറത്ത് ഇതിനൊരു യാഥാർത്ഥ്യം ഇല്ല. എൻ്റെ മാനസിക വ്യാപാരങ്ങളുടെ ഒരു സൃഷ്ടിയാണ് ദൈവം. ലളിതമായ രീതിയിൽ ഈ ഒരു തത്വത്തെ പലരും പറയുന്ന, ഫ്രോയിഡ് മാത്രമല്ല പലരും പിന്നീട് പറയുന്ന ഒരു സംഭവമുണ്ട്. എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്, ഒരുപക്ഷെ ചിലരുടെ ദൈവവിശ്വാസം അങ്ങനെ ആയിരിക്കാം, അതിനും എനിക്കെതിരില്ല. പക്ഷേ വ്യക്തിപരമായി എൻ്റെ ദൈവവിശ്വാസം അതാണോ എന്നുള്ളതിൻ്റെ ഒരു ആത്മവിശകലനം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഫ്രോയിഡിൻ്റെ തിയറിയിൽ എല്ലാറ്റിനെയും ഇങ്ങനെ കാര്യകാരണങ്ങൾ ഒരുപക്ഷെ നിരീക്ഷണ വിധേയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിരീക്ഷണ വിധേയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിൻ്റെ ഒരു
ഇതാണ്. അപ്പോൾ ഇതൊരു തലമാണ്. അപ്പോൾ ആ തലത്തിൽ ഒരു വ്യക്തിയിലുണ്ടായ ദൈവവിശ്വാസത്തിൻ്റെ രൂപീകരണം എങ്ങനെയാണെന്ന് സയൻസിൻ്റെ അടിസ്ഥാനപരമായ തത്വം ഉപയോഗിച്ച് ഇത് അനലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. നിരീക്ഷണവും പരീക്ഷണവും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണല്ലോ സയൻസിൻ്റെ അടിത്തറ, എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞത്. അപ്രകാരം ഒരു സാമൂഹ്യ ശാസ്ത്രം എന്ന രീതിയിൽ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇനിയും നമ്മൾ കണ്ടെത്തുന്ന സാമ്പിൾ കളക്ഷൻ എന്നുള്ള രീതിയിൽ കുറേ അധികം മനുഷ്യരെ നമ്മളങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തോ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്തോ സൃഷ്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു മാനസിക വ്യാപാരം എന്ന നിലയിൽ ചരിത്രാതീത കാലം മുതലുണ്ടായ ദൈവസങ്കല്പത്തെ ഈ ചെപ്പിനുള്ളിലേക്ക് ഒതുക്കിക്കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്നത് അല്പം കടന്ന ഒരു കൈയാണ്, ഒരു ക്ലെയിമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. മാത്രമല്ല, ഫ്രോയിഡ് പറയുന്ന ഈ പരിവൃത്തത്തിനുള്ളിൽ റിലീജിയൻ എന്ന് പറയുന്ന പ്രതിഭാസം ഒതുങ്ങുമോ എന്നുള്ളതും തർക്കവിഷയം തന്നെയാണ്. കാരണം ഈ ഫ്രോയിഡിൻ്റെ തന്നെ അവസാന കാലഘട്ടം, അന്ന് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വളരെയധികം ക്ലേശിച്ച് രോഗാവസ്ഥയിലൊക്കെ ആയിരുന്നപ്പോൾ എഴുതിയാണ്. മോസസ് ആൻഡ് മോണോതെയിസം എന്നാണ് ആ പുസ്തകം. പക്ഷേ ഫ്രോയിഡിൻ്റെ ഈ തിയറി ഹൈലൈറ്റ് ചെയ്യുന്നവരാരും അതായത് ഈ പുസ്തകത്തെപ്പറ്റി അധികം പരാമർശിക്കാറില്ല. അത് അവർ ഇഷ്ടപ്പെടുന്നുമില്ല. കാരണം ദൈവത്തെക്കുറിച്ച് മതത്തിൻ്റെ, ദൈവം ഞാൻ പറയുന്നില്ല, മതത്തിൻ്റെ സാങ്കത്യം അത് മനുഷ്യന് പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ള ഒരു ടേണിംഗ് പോയിന്റ് അദ്ദേഹത്തിൻ്റെ ചിന്താസരണികളിൽ വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈ ഫ്രോയിഡിൻ്റെ ഈ പുസ്തകത്തെപ്പറ്റി അധികം സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്ത് പറയേണ്ട ഒരു അതിനകത്ത് പഠനം നടത്തിയിട്ടുള്ളവരുണ്ട്. മാർക്ക് എഡ്മണ്ട്സൺ എന്ന് പറയുന്ന ഒരാളുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ തന്നെ ടൈറ്റിൽ ദ ഡെത്ത് ഓഫ് സിഗ്മണ്ട് ഫ്രോയിഡ് ആൻഡ് ദ ലെഗസി ഓഫ് ഹിസ് ലാസ്റ്റ് ഡേയ്സ് എന്നാണ്. ആ പുസ്തകം എൻ്റെ അറിവിൽ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പുസ്തകത്തിൽ ഏതായാലും ഈ വിഷയം വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് വരെ നമ്മൾ പറയുന്ന ഗോഡ് ഈസ് എ മെൻ്റൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ആ കാര്യം ഒരു പാർശ്വവീക്ഷണമാണ്. മാത്രമല്ല ഫ്രോയിഡിൻ്റെ തിയറിക്കുള്ള വിമർശനവും തന്നെയാണ്. എല്ലാത്തിലും ഇങ്ങനെയുള്ള മനഃശാസ്ത്രപരമായ ഒരു വ്യാഖ്യാനത്തിൻ്റെ മാത്രം പരിധിക്കുള്ളിലേക്ക് ഒതുക്കിക്കൊണ്ട് വരികയാണ് എങ്കിൽ ഒരുപക്ഷെ പല സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട് ദൈവം മാത്രം അങ്ങനെ ആകുന്നു? പൊളിറ്റിക്കൽ പവർ എൻ്റെ ഒരു മാനസിക ആവശ്യമാണോ അതോ യാഥാർത്ഥ്യത്തിലുള്ള ആവശ്യമാണോ? ഈ രാഷ്ട്രത്തിൻ്റെ സുസ്ഥിതിക്ക് പൊളിറ്റിക്കൽ പവർ ആവശ്യമാണ്. അപ്പോൾ അത് ദൈവം പോലും മൂഢസങ്കല്പമാണോ അങ്ങനെയാണെങ്കിൽ? അതെ, ചോദ്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് റിലീജിയൻ എന്ന് പറയുന്ന മതപരമായ ഒരു സങ്കല്പത്തെ മാത്രം ഫ്രോയിഡിയൻ തിയറി ഉപയോഗിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ഫ്രോയിഡിൻ്റെ തിയറി വാസ്തുവിൽ അതുപോലെ അപ്ലൈ ചെയ്യുന്ന പല സാമൂഹിക യാഥാർത്ഥ്യങ്ങളും മാനുഷിക യാഥാർത്ഥ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മരീചിക പോലെ അല്ലെങ്കിൽ ഇലൂഷൻ പോലെ ഒന്നിച്ച് സ്റ്റാമ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല എന്നുള്ള സത്യമുണ്ട്. മാനുഷിക ബന്ധങ്ങളെ മുഴുവൻ ഫ്രോയിഡ് കാണുന്ന ചില പ്രത്യേകമായ വീക്ഷണകോണങ്ങളുണ്ട്. ആ വീക്ഷണകോണങ്ങൾ മുഴുവൻ ശരിയാണെന്ന് സമർത്ഥിക്കുന്നതിന് ആവശ്യത്തിനുള്ള തിയറി തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. അങ്ങനെ വേണമെങ്കിൽ കാണാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഞാൻ അനുഭവിക്കുന്ന ദൈവികമായ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ദൈവമെന്ന യാഥാർത്ഥ്യം എൻ്റെ പിതാവിന് പകരം ഞാൻ എൻ്റെ അബോധാവസ്ഥയിൽ നിന്ന് കണ്ട് അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ നിന്ന് പ്രതിഷ്ഠിച്ചതാണ് എന്ന് പറയുമ്പോൾ അത് അതേപടി വിഴുങ്ങുന്ന എനിക്കും സാധിക്കുന്നില്ല ഒരു വ്യക്തി എന്ന നിലയിൽ. ഇതെന്നെപ്പറ്റി അല്ലെങ്കിൽ എന്നെപ്പോലുള്ള മറ്റൊരു വ്യക്തിയെപ്പറ്റി ഫ്രോയിഡ് പറയുന്ന ഒരു തിയറി എന്നുള്ളതിനപ്പുറം ഇതിന് വിശ്വാസ്യത എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരാത്തിടത്തോളം കാലം എനിക്കതിനെ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം കയ്യെത്തിപ്പിടിക്കാനാവാത്ത ഒരു തലത്തിൽ ഇതിൻ്റെ സാധുതയെ ഫ്രോയിഡ് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഉപബോധ മനസ്സ്. അപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഉപബോധ മനസ്സിൽ എന്താണ് നടക്കുന്നുള്ളത് എനിക്കും അറിയത്തില്ല, പറയുന്ന വ്യക്തിക്കും അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ അവകാശവാദം അതിലുണ്ട്. തെളിയിക്കപ്പെടാത്ത ഒരു അവകാശവാദം പറഞ്ഞിട്ട് അത് സത്യമാണെന്ന് പറയുന്നതിൽ എന്താണ് യുക്തിഭദ്രത? അപ്പോൾ കൊഹിയറൻ്റ് ആണ് എന്നുള്ളത് മാത്രം വെച്ചുകൊണ്ട്
യുക്തിഭദ്രമാണ് എന്ന് മാത്രം വെച്ചുകൊണ്ട് ഒന്നിനെ സ്ഥാപിക്കാൻ പറ്റില്ല, സത്യമാണെന്ന് വരത്തില്ല. അതെ. അല്പം കൂടെ വിശദമാക്കാൻ ഞാൻ അത് ആഗ്രഹിക്കുന്ന ആ പോയിന്റ്, യുക്തിഭദ്രം അല്ലെങ്കിൽ കൊഹിയറൻ്റ് ആണ് എന്ന് പറയുന്നത് കൊണ്ട് അത് സത്യമാണെന്ന് നിർബന്ധമില്ല. സത്യം കൊഹിയറൻ്റ് ആണ്, പക്ഷെ കൊഹിയറൻ്റ് ആയതെല്ലാം സത്യമാകണം എന്നില്ല. ഇതാണ് എനിക്കിതിനുള്ള ഏറ്റവും വലിയ വിയോജിപ്പ്. A = B, therefore B = A എന്ന് പറയുന്നത് പോലെ കൊഹിയറൻ്റ് ആയിട്ടുള്ളത് സത്യമാണ്, അതുകൊണ്ട് സത്യമായിട്ടുള്ളതല്ല കൊഹിയറൻ്റ്, ഇങ്ങനെ പറയുന്നില്ല. അപ്പോൾ സത്യം കൊഹിയറൻ്റ് ആണെന്നുള്ളത് സംശയമൊന്നുമില്ല, പക്ഷെ കൊഹിയറൻ്റ് ആയിട്ടുള്ളതെല്ലാം സത്യമാണെന്ന് നിർബന്ധമില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ പറയുകയാണ്, മദ്യപിക്കുന്നവരെല്ലാം ഒരു ദീർഘനേരം നന്നായിട്ട് ഉറങ്ങും. ഒരുപാട് നേരം മദ്യപിച്ചാൽ ഒരുപാട് നേരം ലക്കായിട്ട് ഉറങ്ങാൻ സാധിക്കും. ഒരാൾ ബോധം കെട്ടുപോകും. ബോധം കെട്ട് ഉറങ്ങുന്നവൻ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാത്തവൻ സ്വർഗത്തിൽ പോകും. therefore സ്വർഗത്തിൽ പോകാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്യപിച്ചാൽ മതി. ലോജിക്ക് വാലിഡാണ്, പക്ഷെ സത്യമാണ്. ലോജിക്ക്, അതിൻ്റെ യുക്തി കൊഹിയറൻ്റ് ആണ്, യുക്തിഭദ്രമാണ്. കാരണം മനുഷ്യന് ബോധം വേണം പാപം ചെയ്യാൻ. പാപം ചെയ്യാത്തവനാണല്ലോ സ്വർഗത്തിൽ പോവുക. തുടർച്ചയായിട്ട് മദ്യപിച്ചുകൊണ്ടങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ഇവന് പാപം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവനെ മരുന്ന് കൊടുത്ത് മയക്കി കിടത്തിയാൽ മതി, പാപം ചെയ്യത്തില്ല. പാപം ചെയ്യാത്തവനല്ല സ്വർഗത്തിൽ പോകുക. അപ്പോൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ അതുകൊണ്ട് മദ്യപിച്ചാലോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലായിരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ കൊഹിയറൻ്റ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് സത്യമാണ്, സത്യം കൊഹിയറൻ്റ് ആണ്. തിരിച്ചിടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു തിയറി നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൊഹിയറൻസ് വെച്ചുകൊണ്ട് മറ്റൊരെണ്ണം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തെളിവുകളില്ലാതെ. ഈ തെളിവുകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം എന്താ? ഇത് ഉപബോധ മനസ്സിൻ്റെ കളിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സെർച്ചിങ് അവസാനിക്കുകയാണ്. ഉപബോധ മനസ്സിനെ ഏത് ടെസ്റ്റ് ട്യൂബിലിട്ടാണ് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുക? അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. രണ്ടാമത്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്ന, ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്ന, അതിൻ്റെ ധാർമ്മികതയുടെ അർത്ഥം കണ്ടെത്തുന്ന അടിസ്ഥാനശിലയായ ദൈവസങ്കല്പം ഒരു അഭ്യൂഹത്തിന് വേണ്ടി പണയം വെക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു അഭ്യൂഹം മാത്രമായി നിൽക്കുന്ന തിയറിയാണ്. തിയറി കൊഹിയറൻ്റ് ആണ് സമ്മതിച്ചാൽ പോലും അത് സത്യമാണെന്ന് വരുന്നില്ല, അല്ലെങ്കിൽ സ്ഥാപിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ വ്യക്തിപരമായ ബോധ്യങ്ങളും അനുഭവങ്ങളും റിവീൽഡ് ആകുന്ന ഒരു തലം, അതായത് അതിഭൗതികമായ ഒരു തലം ഉള്ള ഒരു കാര്യത്തെ ഭൗതികമായ ഒരു തലത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് വിലയിരുത്തുക എന്ന് പറയുമ്പോൾ ഒരു വലിയ താത്വികവും യുക്തിഭദ്രമല്ലാത്തതുമായ പ്രശ്നം ഉണ്ട്. അതാണ് ഫ്രോയിഡിയൻ തിയറിയുടെ ഒരു പൊള്ളയായ വശം എന്ന് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിൽ തന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വിപ്ലവകാരിയാണ് കാൾ മാർക്സ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താസരണിയിൽ ഭൗതികമായിട്ടുള്ളത് മാത്രമാണ് യാഥാർത്ഥ്യം, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികത്തിനപ്പുറമുള്ള ഒരു യാഥാർത്ഥ്യങ്ങളും ഇല്ല എന്നൊരു വാദം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അപ്പം ഇന്നും പലരും ആ ഒരു ചിന്തയെ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാം. എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം, അല്ലെങ്കിൽ അത് എത്രമാത്രം ശരിയാണ്? ഈ ഭൗതികമായ ഈ ഒരു ലോകത്തിനപ്പുറം അതിഭൗതികമായ എന്തെങ്കിലും ശരിക്കും ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെന്നുള്ളതിന് എങ്ങനെയാണ് നമുക്കൊന്ന് പറയാൻ സാധിക്കുന്നത്? മാർക്സിൻ്റെ ദൈവനിശ്ചയവും മാർക്സിൻ്റെ മതത്തോടുള്ള മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നുള്ള ആ പ്രസ്താവനകളൊക്കെ ലോകത്തിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യുകയും ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാർക്സിസം എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് കമ്മ്യൂണിസം മുതൽ ഐഡിയൽ കമ്മ്യൂണിസം വരെയുള്ള ഈ വലിയ മനുഷ്യവംശത്തിൻ്റെ യാത്രയായിട്ട് മാർക്സ് അവതരിപ്പിക്കുന്ന ഈ കാര്യം ഒരു ഫിലോസഫി എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് സാമ്പത്തിക ശാസ്ത്ര അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹിക ശാസ്ത്രമാണ് എന്ന് പറയാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം നമുക്കറിയാവുന്ന പോലെ മാർക്സ് ഉപയോഗിക്കുന്ന ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്ന കാര്യം, അതിൻ്റെ ആണിക്കല്ലായിട്ട് ഫോയർബാഹ് എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രമുണ്ട്. ഈ ഫോയർബാഹിനും പുറമെ നമ്മൾ പോയി കഴിയുമ്പോൾ മാർട്ടിൻ ഹേഗലിൻ്റെ ഫിലോസഫിയുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന ഫിലോസഫിയിൽ നമ്മുടെ ഈ തത്വസംഹിത നമ്മൾ കാണുന്നു. കാൾ മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹേഗൽസ് ഫിലോസഫി വാസ് വാക്കിംഗ് ഓൺ ഇറ്റ്സ് ഹെഡ്, ഐ പുട്ട് ഇറ്റ് ഓൺ ഇറ്റ്സ് ഫീറ്റ്. അതായത് ആശയപരമായ ഒരു തല ഉപയോഗിച്ച് നടന്നതിനെ ഞാൻ കാലിന്മേലാക്കി നേരെ നിർത്തി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആശയങ്ങളും ആദർശങ്ങളുടെയും ലോകത്തുണ്ടായിരുന്നൊരു തത്വശാസ്ത്രത്തെ ഭൂമിയിൽ നടക്കാൻ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു വീക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഞാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. ഇരുണ്ട നൂറ്റാണ്ടുകളെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന കാലഘട്ടത്തിൽ ഭരണത്തിലുള്ളവരും മുതലാളിത്ത വ്യവസ്ഥയും സമ്പത്ത് കൈയാളുന്നവരും വലിയ ചൂഷണത്തിന് ഈ സമൂഹത്തിലെ സാമാന്യ ജനത്തെയും അധ്വാനിക്കുന്ന വർഗത്തെയും വിധേയമാക്കിയപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളും പട്ടിണികളും ദാരിദ്ര്യവും ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ സമൂഹത്തെ പിടിമുറുക്കിയ ഒരു കാലഘട്ടത്തിലാണ് മാർക്സ് ജീവിക്കുന്നത്. മാർക്സ് തന്നെ ഒരു വലിയ ദാരിദ്ര്യത്തിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളുടെ മരണത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. കാൾ മാർക്സിൻ്റെ തന്നെ മരണം കഴിഞ്ഞ് ശവടക്കിന് 11 പേരാണ് വാസ്തവത്തിൽ അതിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു മകളെ അടക്കുന്നതിന് വേണ്ടി ഒരു ശവപ്പെട്ടി വാങ്ങിക്കുന്നുള്ള പൈസ പോലും ഇല്ലാതെ പായൽ പൊതിഞ്ഞടക്കി അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. സാമൂഹികമായ ഒരു വലിയ തിന്മയാണ് ഈ ലോകത്തിലെ ചൂഷണം, അടിമത്തം. പല രീതിയിൽ മനുഷ്യർ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ ഏതാനും വിരലെണ്ണുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നമ്മുടെ മുതലാളിത്ത വ്യവസ്ഥയുടെ പിൻബലമുള്ളവരോ വലിയൊരു ഭൂരിപക്ഷത്തെ അടക്കി വാഴും. അപ്പോൾ മാർക്സിൻ്റെ വിമർശനങ്ങളെ സഭ ക്രിയാത്മകമായിട്ട് തന്നെ കാണേണ്ട ആവശ്യമുണ്ട്. കാരണം സഭ ഏത് പക്ഷം ചേർന്നിരുന്നു എന്നുള്ള ഒരു ആത്മവിമർശനത്തിന് കൂടി അത് ഉപകരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ആത്മവിമർശനം എന്ന് പറയുന്നത് താഴത്തെ തട്ടിലുള്ള മനുഷ്യരുടെ പക്ഷം ചേരുന്നതിന് സഭ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സഭയുടെ തെറ്റ് തന്നെയാണ്. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള വീഴ്ചകളിൽ നിന്ന് സഭയെ ശുദ്ധീകരിക്കുന്നതിന് മാർക്സിസം സഹായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന കൂടുതലാണ് ഞാൻ. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ മാർക്സ് നടത്തിയിട്ടുള്ള ഈ ദൈവനിഷേധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ദൈവസങ്കല്പത്തെയാണോ അതോ മാർക്സിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന മതം പ്രതിനിധാനം ചെയ്ത ദൈവസങ്കല്പവും മതവുമാണോ? മതസങ്കല്പമാണ്. ഇതാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. മാർക്സിൻ്റെ കാലത്തെ മതം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ, ദാരിദ്ര്യങ്ങളെ, കഷ്ടപ്പാടുകളെ, സഹനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ, അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് വലിയ വീഴ്ചയാണ്. അതിന് യാതൊരു സംശയമില്ല. അതിന് മുമ്പിൽ നമ്മൾ അത് സമ്മതിക്കുന്നതിൽ നമ്മൾ നാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ജീവിച്ചിരുന്ന കാൾ മാർക്സിനെ പോലൊരു വ്യക്തി ചിന്തിച്ചപ്പോൾ ഇതിനെ തിന്മയായിട്ട് കാണുന്നു. അത് തിന്മയാണ്, അതിന് തർക്കമില്ല. അത് മാറേണ്ടതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലെ മതം അല്ലെങ്കിൽ അത് പ്രതിനിധാനം ചെയ്ത ദൈവസങ്കല്പം യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നതിൽ പരാജയപ്പെട്ടുവെങ്കിൽ തള്ളിക്കളയേണ്ടത് തന്നെയാണ്. എന്നാൽ മാർക്സ് വിമർശിച്ച ആ കാലഘട്ടത്തിൻ്റെ ബിംബങ്ങളായിരുന്ന മതവും ദൈവസങ്കല്പങ്ങളുമൊക്കെ യഥാർത്ഥത്തിലുള്ള മതസങ്കല്പത്തെയും ദൈവസങ്കല്പത്തെയും ചോദ്യം ചെയ്തിരുന്നോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ദൈവസങ്കല്പത്തെ, പാവങ്ങളുടെ പക്ഷം ചേർന്ന ഒരു ദൈവത്തെ വാസ്തവത്തിൽ അന്നത്തെ സഭയോ സഭാ സംവിധാനങ്ങളോ സമൂഹമോ പ്രതിനിധീകരിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ മനുഷ്യൻ കഷ്ടപ്പെടുന്നു, നിനക്ക് അങ്ങോട്ട് പ്രതിഫലം കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്സിൻ്റെ പ്രതിഫലം ന്യായീകരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം. നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ ഈശോ ദൈവരാജ്യത്തെ ഉപമിക്കുന്ന എന്തിനോടൊക്കെയാണ്? കടുകുമണിയോട്, ശിശുക്കളോട്, അല്പം പുളിമാവിനോട്, മറഞ്ഞിരിക്കുന്ന നിധിയോട്. എല്ലാം ചെറുതുകളാണ്. നമ്മൾ പഴയ നിയമത്തിലേക്ക് പോയാൽ തന്നെ ഒരു ജനതയെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് ഒരു കൂട്ടരെ മാത്രം സ്നേഹിച്ചത്? ഒരു പക്ഷാഭേദം. പഴയ നിയമത്തിൽ പോലും ഈ പക്ഷം ചേരലുണ്ടെന്നേ. അപ്പോൾ ഇസ്രായേൽക്കാരാണ്. ഇസ്രായേൽക്കാരെ എന്തിനാണ്? ഇപ്പം നിയമവാദന പുസ്തകം 10-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ബന്ധുജന സമൂഹത്തിൽ ദൈവം സ്വന്തം ജനം എന്ന് വിളിക്കുന്നത്? അപ്പോൾ നമ്മളൊക്കെ സ്വന്തം ജനം അല്ലയോ? നമ്മൾ ഇതിന് സ്നേഹത്തിന് പുറത്താണ്. അപ്പോൾ അവിടെ പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ഇസ്രായേൽക്കാർ പറയാണ് നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ്. എന്നിട്ട് വീണ്ടും വളരെ തെളിച്ച് പറയുന്നുണ്ട്, ഭൂമുഖത്തുള്ള സർവ്വജനങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ പ്രത്യേകം വേർതിരിച്ചതും സ്നേഹിച്ചതും എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ,
നിങ്ങൾ ഒറ്റ കാരണമേ പറയുന്നുള്ളൂ, നിങ്ങൾ ഭൂമുഖത്തുള്ള സർവ്വജനങ്ങളിൽ വെച്ച് ചെറുതായി. നമ്മുടെ ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ചകഞ്ഞു പിടിച്ച് പരിശോധിച്ചാലും ദൈവം ഒരു ജനത്തെ പ്രത്യേകം സ്നേഹിച്ചു, സ്വന്തം ജനമെന്ന് വിളിച്ചു, അവരെ തിരഞ്ഞെടുത്തതിന് ഈ കാരണമല്ലാതെ മറ്റൊരു കാരണവും രേഖപ്പെടുത്തിയിട്ടില്ല. അതാണ് ദൈവസങ്കല്പം. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ചെറുതായിരുന്നു. ഈ ദൈവത്തിൻ്റെ ഏകജാതൻ വന്ന് ദൈവരാജ്യത്തെ പറ്റിയുള്ള സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. കടുകുമണിയോട് സദൃശ്യം, ശിശുക്കളോട് സദൃശ്യം, മറന്നിരിക്കുന്ന ദൈവം, അല്പം പുളിമാവനോട്, ചെറുതുകളെ സ്നേഹിക്കുന്ന ദൈവം. അപ്പം ചെറുതുകളെ, ബലഹീനതകളെ സ്നേഹിക്കുന്ന, അവരെ അടുത്ത് നിർത്തുന്ന, സംരക്ഷിക്കുന്ന, വളർത്തുന്ന, ദൈവരാജ്യത്തോളം വിലയുള്ളവരാക്കി തീർക്കുന്ന ഒരു ദൈവസങ്കല്പമുണ്ട്. ഇതാണ് മതം. അപ്പം ഇതിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ മതം വ്യതിചലിച്ചു പോയപ്പോൾ, മതം കടമ മറന്നപ്പോൾ, ഈ പക്ഷം ചേരലിൻ്റെ പ്രത്യയശാസ്ത്രം നമുക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ വിമർശിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ആ വിമർശനത്തെ ക്രിയാത്മകമായിട്ട് ഉൾക്കൊള്ളുന്നതിന് നമുക്ക് സാധിക്കണം. അത് നമ്മുടെ വളർച്ചയിലേക്ക് തന്നെ നയിക്കത്തുള്ളൂ. എന്നാൽ അതിനപ്പുറത്ത്, അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ദൈവസങ്കല്പം നിഷേധിക്കപ്പെട്ടു, അതില്ല എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് മാക്സ് പോലും ക്ലെയിം ചെയ്തതിനപ്പുറത്ത് നമ്മൾ പറയുന്നത്. മാക്സ് പോലും വിമർശിച്ചത് അദ്ദേഹത്തിന് ചുറ്റുമുള്ള, അദ്ദേഹം ജീവിച്ചിരുന്ന സമൂഹത്തോടുള്ള റിയാക്ഷനാണ്, അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ്. അതിനപ്പുറത്തിന് ഒരു താത്വികമായ ബലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭൗതിക ജീവിതം മാത്രമായിട്ട് ലോകത്തെ കാണുകയാണെങ്കിൽ മാൻ ഈസ് ഓൺലി ആൻ എക്കണോമിക്കൽ ആനിമൽ. ഒരു സാമ്പത്തിക മൃഗമായിട്ട് മാർക്സ് മനുഷ്യനെ തരം താഴ്ത്തി കളഞ്ഞു എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയെ, അവൻ്റെ അന്തസ്സിനെ മാർക്സ് ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ട് പറഞ്ഞു വരും. അപ്പോൾ മനുഷ്യനെ ഒരു സാമ്പത്തിക മൃഗമായിട്ട് മാറ്റാതെ സാമൂഹിക ജീവിയായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ മനുഷ്യൻ ഉയർത്തപ്പെടുകയാണ്. മതം ഈ സാമൂഹിക തലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരികയും മതം അർത്ഥപൂർണമായ സങ്കല്പമായിട്ട് പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ മാർക്സിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇതിനകത്തെ ചിന്താസരണി മുമ്പോട്ട് പോകുന്ന കാര്യം. അതെ, ശാസൻ പറഞ്ഞ ഒരു ആശയം വളരെ വ്യക്തമായിരുന്നു. അതായത് കാൾ മാർക്സ് എതിർത്തത് ഒരു ശരിയായ ഒരു ദൈവസങ്കല്പത്തെ അല്ല, മറിച്ച് ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരുപക്ഷെ മതങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ളവർ ചിന്തിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. മതത്തിന് പറ്റിയ ഒരു വീഴ്ച എന്നൊക്കെ പറയാവുന്ന ഒരു തലം, ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് കാൾ മാർക്സ് എതിർത്തതെന്നും എന്നുള്ളൊരു രീതിയിലായിരുന്നല്ലോ അച്ഛൻ്റെ വിശദീകരണം. പക്ഷേ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാവുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാം പേരിലുള്ള ഒരു നന്ദി അച്ഛൻ അറിയിക്കുന്നു.